എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചായിരിക്കും എന്നുള്ളത് ചെറിയൊരു ഊഹം കിട്ടിക്കാണല്ലോ അല്ലേ? ബാക്കിൽ ഈ നക്ഷത്രമൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്, കാണാനുണ്ടോ? അത് കത്തുന്നതായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഓണാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ കത്തുന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും ഇന്ന് നമ്മൾ വീടൊന്ന് ക്രിസ്മസ് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. ഇന്നെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കുന്നതായിരിക്കും. കാരണം ഇനി ക്രിസ്മസിന് അധികം ദിവസം ഇല്ലല്ലോ. സോ നമുക്ക് തുടങ്ങാം. കമോൺ, നമുക്കെന്തായാലും ക്രിസ്മസിൻ്റെ പരിപാടികൾ ചെയ്യാൻ തുടങ്ങാം. ഞാൻ അകത്തേക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല, ബട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ നമുക്ക് നോക്കാം. കഴിഞ്ഞ കൊല്ലം ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇക്കൊല്ലം എന്തോ എനിക്ക് എവിടെ തുറന്നാലും ക്രിസ്മസ് മേക്ക് ഓവർ, വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഫുൾ അങ്ങനത്തെ വീഡിയോസോ അത് കണ്ടിട്ടാണ് തോന്നുന്നു എനിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു ചെറിയ ആഗ്രഹം. സോ വലിയൊരു സെറ്റപ്പിലൊന്നും ചെയ്തില്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ നമുക്ക് നോക്കാം അവസാനം എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സോ കമോൺ ഗൈസ്, ക്രിസ്മസ് സ്പെഷ്യൽ മേക്ക് ഓവർ ചെയ്തെടുക്കാം വീടിന്. യെസ്, കമോൺ. ഇവിടെ വെട്ടം ഭയങ്കര കുറവാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാത്തത്. കാണുന്നുണ്ടോ? നമ്മുടെ ക്രിസ്മസ് മേക്ക് ഓവറിന് വേണ്ട സാധനങ്ങൾ എല്ലാം ഒന്നും ഞാൻ ഈ കൊല്ലം മേടിച്ചൊന്നുമല്ല. ഒരു 2-3 ഐറ്റം ഞാൻ മേടിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ പഴയ ഐറ്റംസാണ്. സോ അതൊക്കെ ഇവിടെ മുകളിലാണ് ഇരിക്കുന്നത്. സോ നമുക്കതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം ആദ്യം തന്നെ. ഇത് കണ്ടു ഗൈസ്, ഇതാണ് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെയൊക്കെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും കുഞ്ഞു കുഞ്ഞു വീടുകളും ഒക്കെ ആയിട്ട് നമ്മൾ പുൽക്കൂട്ടി വെച്ച സാധനങ്ങൾ. ഇതൊക്കെ ഇനി കൊല്ലം പൊടി തട്ടി എടുക്കണം. ഇത്രയേറെ സാധനങ്ങൾ ഇരിക്കുന്നു, പക്ഷെ ഇത് കുറേ കാലങ്ങൾ തൊട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. കുറേ സാധനങ്ങൾ പൊട്ടിയിട്ടുണ്ട്, ചിലത് കളർ പോയതുണ്ട്, ചിലത് കളർ കുറഞ്ഞതുണ്ട്, ചിലത് നല്ലതുണ്ട്. സോ അങ്ങനെ തരംതിരിച്ചെടുക്കണം. സോ അത് കുറച്ചധികം പണിയാണ്. പിന്നെ എസ്തെറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളുണ്ട്, പക്ഷേ എനിക്ക് വലിയ എസ്തെറ്റിക്കിലൊന്നും അറേഞ്ച് ചെയ്യാൻ അറിഞ്ഞൂടെ. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. സോ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്കിനി ഇത് അറേഞ്ച് ചെയ്യണം. സോ അവിടുന്ന് തപ്പി പിടിച്ചെടുത്തപ്പോഴേക്കും ഞാൻ മടുത്തു പോയി. സോ ഇനി ഞാൻ വിചാരിക്കുന്നു നാളെ അറേഞ്ച് ചെയ്യാമെന്ന്. സോ അപ്പം നാളെ വരാം. അപ്പോൾ ഇതേ കേസ്, ഇവിടെ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഞാൻ ആ കൂട്ടിനകത്ത് നിന്ന് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ടയും മണിയൊക്കെ നോക്കി പെറുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്കിത് നൂലിൽ കിട്ടി നീളം വെപ്പിക്കണം. ഞാനിത് ഡോറിൻ്റെ അവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ ഇതേ കേസ്, ഞാനിത് നൂലിലൊക്കെ കിട്ടി നീളം വെപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് ഡോറിൻ്റെ അവിടെ സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ തൂക്കിയിടുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഇത് കണ്ടു, എല്ലാം നമ്മൾ സെലോ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ച് വെക്കാൻ പോകുന്നത്. സോ കമോൺ കേസ്, നമുക്ക് ഇതവിടെ കൊണ്ടുപോയി തൂക്കിയിടാം. ഞാൻ എല്ലാം ഒട്ടിക്കാനുള്ള സെലോ ടേപ്പ് നേരത്തെ കയ്യിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഓടി നടക്കണ്ടല്ലോ. നമുക്ക് കയ്യിൽ നിന്ന് എടുക്കുക, അവിടെ ഒട്ടിക്കുക, എടുക്കുക, ഒട്ടിക്കുക, എടുക്കുക, ഒട്ടിക്കുക, അത്രയും പണിയില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. കേസ് ഞാനെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഈ പച്ച സാധനം കൂടെ കൊണ്ടുപോയി ഒട്ടിച്ചേക്കാം. അപ്പോൾ കുറച്ച് ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ രസമില്ലല്ലോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അതൊക്കെ അവിടെ കിടക്കുന്നത്? കാണുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വ്യക്തമായി കാണിച്ചു തരാം. ഇതും കൂടെ ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ. ഇത് കേസ് ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റീത്ത് വെക്കാം കേസ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ സ്വന്തം റീത്ത്. സോ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം. സോ ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, രസമില്ല കാണാൻ. ഇനി നമുക്ക് ഇതും കൂടെ ഡോറെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് സെറ്റായി. ഞാനിതെല്ലാം സെലോ ടൈപ്പിലാട്ടോ നിർത്തിയിരിക്കുന്നത് ഗൈസ്. സോ ഇതും ഞാൻ സെലോ ടൈപ്പിലായിരിക്കും നിർത്തിയേക്കുക. സെലോ ടൈപ്പ് ആകുമ്പോൾ പറിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ഡബിൾ സൈഡ് ടൈപ്പ് ആണെങ്കിൽ പാടാണ്. പിന്നെ പെയിൻറ്റും ഇളകി പോരാ സാധ്യതയുണ്ട്. ഡോറയിൽ പെയിൻറ്റ് ഇളകില്ല, എന്നാലും നമ്മൾ ഭിത്തിയിലൊക്കെ ഒട്ടിക്കുമ്പോൾ പെയിൻറ്റ് ഇളകാനുള്ള സാധ്യത. സെലോ ടൈപ്പ് ആണെങ്കിൽ അത്ര കുഴപ്പമില്ല. അപ്പോൾ ഇത് ഗൈസ്, നമ്മൾ ഡോറിൽ ആ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് മറ്റേ മെരി ക്രിസ്മസ് കൂടി സെറ്റ് ചെയ്യണം. സോ അതും കൂടെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഡോറിൻ്റെ പണി കംപ്ലീറ്റ് ആയി. ഇത് കണ്ടു ഗൈസ്, നമ്മുടെ ഡോർ അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇത് മണി ഉണ്ടയൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
എങ്ങനെയുണ്ട്, കൊള്ളാവോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യേ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് പാർട്ടാണ്. സോ ഞാൻ ഇതിനകത്ത് ഉണ്ടായിരുന്ന പച്ചയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും പച്ച ചേട്ടായി മേടിച്ചോട്ട് വന്നതാണ് കേസ്. പണ്ടൊരു കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരു ട്രെൻഡില്ലായിരുന്നു, ഈ ഭിത്തിയിൽ സെല്ലോ ടേപ്പ് പോലെ ആണിയൊക്കെ അടിച്ചിട്ട് അതിലിങ്ങനെ സിഗ്സാഗ് പാറ്റേണിൽ പച്ച സാധനം വെച്ച് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. സോ അതിനു വേണ്ടി മേടിച്ച സാധനമാണിത്. അതിൻ്റെ കുറേ എക്സ്ട്രാ വന്നതാണ്. സോ അത് ആ സാധനം അത്ര അങ്ങോട്ട് ശരിയായില്ല. സോ അതെല്ലാം ഞങ്ങൾ പറിച്ചു. അപ്പോൾ അങ്ങനെ മേടിച്ച കുറേ പച്ച സാധനങ്ങളുണ്ട്. സോ അതുകൊണ്ട് പച്ചയ്ക്ക് ഇപ്പോൾ ഒരു പഞ്ഞുമില്ല. അങ്ങനെ ഒട്ടിച്ചതായതുകൊണ്ട് ഇതിൽ കുറേ ഡബിൾ സൈഡ് ടേപ്പ് ഇരിപ്പുണ്ടെന്ന് മാത്രം. സോ അപ്പോൾ ഞാൻ ഇതേ പച്ച സെറ്റ് ചെയ്യാൻ കരുതി ഞാൻ അവിടെ മുകളിൽ ഒരു സെല്ലോ ടേപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുത്ത് ഇവിടെ ഒട്ടിക്കാൻ കരുതി. ജസ്റ്റ് ഈ സാധനം എടുത്ത് ഇവിടെ ചുറ്റുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. വേറെ വലിയ ഐഡിയാസൊന്നും എൻ്റെ തലയിലില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാണ്. ഞാൻ ഇനി കൊല്ലം ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അടുത്ത കൊല്ലം ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ പച്ച ഒട്ടിച്ചു. ഇനി ഞാൻ പച്ച ഒട്ടിക്കുന്നില്ല. സോ അടുത്ത കളേഴ്സ് നോക്കി അതും ഒട്ടിച്ച് അങ്ങനെ നമുക്ക് ഈ തൂണ് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഒന്ന് ഒട്ടിച്ചു, ഇനി ബാക്കിയും കൂടെ ഒട്ടിക്കട്ടെ. അപ്പോൾ ഇതേ കേസ് ഞാനിതൊന്ന് ഒരു വിധത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം പച്ച, പിന്നെ പിങ്ക്, പിന്നെ ഗോൾഡൻ, അങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ ഗോൾഡൻ കളർ മാറ്റി പച്ച തന്നെ കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. എനിക്കറിയില്ല കേസ്, ഞാൻ കൺഫ്യൂസ്ഡാണ്. സോ ഇനി ഇതിനകത്ത് കുറച്ച് ഉണ്ടയും മണിയൊക്കെ തൂക്കാമെന്ന് എഴുതിയിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും നോക്കാം. ഇരിക്കും കേസ്, ഇങ്ങനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ച് ഇരുന്നോളും. സോ യെസ് കേസ്, നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതേ കേസ് ഞാനിങ്ങനെ ഉണ്ടയും മണിയൊക്കെ തൂക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നതാണ്. സോ ആ സൈഡിൽ മാത്രം ഞാൻ ഉണ്ട തൂക്കിയിട്ടില്ല. ബാക്കി എല്ലാ സൈഡിലും ഞാൻ ഉണ്ടയും മണിയൊക്കെ തൂക്കിയിട്ടുണ്ട്. സോ ഈ ഒരു സൈഡിൽ മാത്രം ഞാൻ തൂക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പാർട്ട് 1ഉം 2 സെറ്റായി. സോ ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്നൊരു സാധനം ഞാനും കൊണ്ട് വെച്ചു. എങ്ങനെയുണ്ട്? അത് ഞാൻ പെയിൻ്റ് അടിച്ചെടുത്ത സാധനം കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ അടിയിൽ സ്വിച്ചുള്ള ടൈപ്പ് സംഭവം ഇല്ലേ, അത് ഓണാക്കി കഴിയുമ്പോൾ ലൈറ്റ് കത്തുന്നത്, അങ്ങനെ ഒരു സാധനമായിരുന്നു ഇത്. സോ അതിൻ്റെ ബാറ്ററിയൊക്കെ തീർന്ന് കഴിഞ്ഞ് ചത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് പെയിൻ്റ് അടിച്ച് ഇങ്ങനെ ആക്കി വെച്ചു. ഇവിടെ എസ്തറ്റിക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ ആ പച്ച സാധനം ചുറ്റി വെച്ച്. ഇപ്പോൾ ഒരുമാതിരി എന്തോ പോലെ ആയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ആ സാധനം എടുത്ത് മാറ്റും, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേസ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഞാൻ ചെയ്തതിൽ എനിക്ക് ഈ ഡോറാണ് കേസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേ കേസ് ഇത് ഡേ 2 ആണ്. സോ ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ വെച്ചാണ്. ചിലപ്പോൾ ഞാൻ ഒരെണ്ണം അവിടെ തൂക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടെ തൂക്കാനെ കൊളുത്തില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഒരെണ്ണം ഞാൻ അവിടെ തൂക്കും, ബാക്കി എവിടെയെങ്കിലും കൊണ്ട് വെക്കും, എനിക്കറിയില്ല. സോ ഈ ഒരു സാധനം ഞാൻ എക്സ്ട്രാ മേടിച്ചതാണ്. ഇതും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ ഒന്ന് നോക്കട്ടെ എന്ത് ചെയ്യണം എന്നുള്ളത്. സോ അടുത്തതായി ഞാൻ പണിയാൻ പോകുന്നത് ഈ തൂണയിലാണ്. ഈ സാധനം ഞാൻ ഇവിടെ ഒന്ന് ഞാൻ ഇന്നലെ ചെയ്ത തൂണില്ലേ അപ്പുറത്തെ റോസ് പെയിൻ്റ് അടിച്ചേ, അതേപോലെ തന്നെ ഇതിലും ചുറ്റി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൽ ഉണ്ടയും മണിയൊന്നും ഞാൻ തൂക്കൊണ്ട് തോന്നുന്നില്ല, കാരണം അതാവശ്യമില്ല. ഇത് തന്നെ ചെയ്യുമ്പോഴത്തേക്കും ധാരാളമായിരിക്കും. സോ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് തൂക്കാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് സെല്ലോ ടേപ്പ് വേണമെങ്കിൽ നന്നായിട്ട്. എന്തായാലും ഈ തൂൺ ഫുൾ ഞാനൊന്ന് ചുറ്റിയെടുക്കട്ടെ. ഇതുപോലെ തന്നെ മറ്റേ തൂണ് നമുക്ക് ചുറ്റാനുള്ളതാണ്. അപ്പോൾ ഇതേ കേസ് നമ്മുടെ ഒരു തൂണ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ തൂണും കൂടി സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ കേസ് നമ്മുടെ 2 തൂണും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി പരിപാടിയുണ്ട്. തൂണ് കഴിഞ്ഞു, ബാക്കി കുറച്ചും കൂടെ കാര്യം ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. നടക്കുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ മനസ്സ് കണ്ടുപോലെയൊക്കെ ചെയ്തെടുത്തു കേസ്. ഇനി ഇതൊക്കെ ഞാൻ തെളിയിച്ച് നാളത്തെ ക്രിസ്മസ് വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം. സോ ഇതേ കേസ് ക്രിസ്മസ് ട്രീ സെറ്റായി, ഇവിടെ ചുറ്റി സെറ്റായി. ഇനി ഇത് ഇവിടെ എവിടെയെങ്കിലും വെക്കണം, എവിടെ വെക്കുമെന്ന് അറിയില്ല, നോക്കാം. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റായി. ഇനി അതിൻ്റെ അകത്ത് ലൈറ്റും കൂടെ വെക്കാനുണ്ട്, അതായത് തിരി. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.
അപ്പോൾ അത്രയുള്ള കേസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതിലെല്ലാവർക്കും ബൈ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവേ. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. പിന്നെ അഡ്വാൻസ് മേരി ക്രിസ്മസ്.